തിരുവനന്തപുരം കിളിമാനൂരിൽ വയോധികന്റെ ജീവനെടുത്ത അപകടത്തിൽ വഴിത്തിരിവ്. പാറശാല SHO ആയ അനിൽകുമാർ ഓടിച്ച കാർ ഇടിച്ചാണ് വയോധികൻ മരിച്ചത് എന്ന് സ്ഥിരീകരിച്ചു. ഈ വാഹനം പോലീസ് പിടിച്ചെടുത്തു. അനിൽകുമാറിനെതിരെ വകുപ്പുതല നടപടിയും വരും. മണിക്കൂറുകളോളമാണ് അപകടം പറ്റിയ ആൾ രക്തം വാർന്ന് വഴിയിൽ കിടന്നത്. കഴിഞ്ഞ ഞായറാഴ്ച, അതായത് ചതയം ദിനത്തിൻ്റെ അന്ന് പുലർച്ചെ 5 മണിക്ക് ശേഷമാണ് കൂലിപ്പണിക്കാരനായിട്ടുള്ള രാജൻ, 89 വയസ്സുള്ള രാജൻ, അജ്ഞാത വാഹനം ഇടിച്ച് മരണപ്പെട്ട വാർത്ത നമ്മളെല്ലാം അറിയുന്നത്. പക്ഷെ പിന്നീട് നടത്തിയ CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് ആ രാജനെ ഇടിച്ച വാഹനം പാറശാല SHO ആയിട്ടുള്ള അനിൽകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു നീല നിറത്തിലുള്ള മാരുതി 800 KL 24P 1734 എന്ന നമ്പർ വരുന്ന മാരുതി 800 വാഹനം ഇടിച്ചാണ് രാജൻ കൊല്ലപ്പെട്ടത്. മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ പുലർച്ചെ ഒരു 5:20 സമയം എന്നതുകൊണ്ട് തന്നെ റോഡിലധികം ആൾക്കാരുണ്ടായിരുന്നില്ല. ആരും തന്നെ രാജൻ അവിടെ വണ്ടി ഇടിച്ച് കിടന്നത് കണ്ടില്ല. അങ്ങനെ രക്തം വാർന്നാണ്, ഏറെ നേരം ആ റോഡിൽ കിടന്ന് രക്തം വാർന്നാണ് രാജൻ മരണപ്പെടുന്നത്. ഒരു പക്ഷേ ഈ വാഹനം ഇടിച്ച ശേഷം നിർത്തിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ രാജനെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ തീർച്ചയായും രാജന്റെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. കുടുംബം രാവിലെ തന്നെ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞിരുന്നു. ഇത് സംഭവം നടക്കുന്നത് 5:30 മണിക്ക് തട്ടിയിട്ടിട്ട് പോയെന്ന് തിരിച്ചു വന്ന് ആശുപത്രി കൊണ്ടുപോകാൻ മനസാക്ഷി കാണിച്ചില്ലല്ലെന്നാണ്. ആണെങ്കിലും ഇടിച്ച് തള്ളിയിട്ടിരുന്നാല് വന്ന് അത് അവര് ക്ലാസ്സിൽ കൂടെ കണ്ടെന്ന് പറയണ്. അപ്പോൾ അവരൊക്കെ വന്ന് നോക്കാല് അത് എഴിച്ച് അവൻ ശകലം നടന്നെന്നും പറയണ്. അപ്പം വന്ന് ചോദിക്കാല് എവിടെയാണ് ഇടി തട്ടലും മുട്ടലും ഉണ്ടായി, ആശുപത്രിയിൽ പോകണോ എന്ന് അവർക്ക് ഒരു മര്യാദയുടെ പുറത്ത് അവർക്ക് ചെയ്യാമായിരുന്നല്ലോ. പക്ഷെ അന്ന് അപ്പോഴാണ് കൊണ്ടുപോയെന്നെങ്കിൽ അവൻ്റെ ജീവൻ രക്ഷപ്പെടുമെന്ന്. അത്ര ഒരു പാവപ്പെട്ട ഒരു പയ്യനായിരുന്നു. SHO റാങ്കിലുള്ള ആളായതുകൊണ്ട് തന്നെ DYSP തലത്തിലുള്ള അന്വേഷണമാണ് നടക്കുക. മാത്രമല്ല, വാഹനം ഓടിച്ചത് അനിൽകുമാർ ആണെന്ന് കൃത്യമായി തെളിഞ്ഞിട്ടുമുണ്ട്. അച്ചടക്ക നടപടിക്കും അപ്പുറം ഏതൊക്കെ തരത്തിലുള്ള കേസുകളാണ് അനിൽകുമാറിന് മേൽ ചുമത്തപ്പെടുക എന്ന് അന്വേഷണം പൂർത്തിയായ ശേഷം മാത്രമേ പറയാൻ സാധിക്കൂ. അതുമാത്രമല്ല, FIR-ൽ നിലവിൽ പറയുന്നത് അമിത വേഗത്തിൽ വാഹനം അലക്ഷ്യമായി ഓടിച്ചു എന്ന തരത്തിലാണ് FIR-ഉം എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും എന്തായാലും കേസുണ്ടാകും. മാത്രമല്ല, ഒരു ഹിറ്റ് ആൻഡ് റൺ കേസിനപ്പുറം മറ്റെന്തൊക്കെ കേസുകൾ ചുമത്തപ്പെടുമെന്ന് അന്വേഷണം പൂർത്തിയായ ശേഷം മാത്രമേ പറയാൻ സാധിക്കൂ.